ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് കയറിയതിന് ശേഷം വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അടിക്കടി അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം എടുക്കുന്ന പല തീരുമാനങ്ങൾ ലോകത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, അമേരിക്കയിലുള്ള പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനെ പ്രസിഡൻ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എന്തൊക്കെ നേട്ടം വരും എന്നുള്ളതാണ് അദ്ദേഹം നോക്കുന്നത്. അദ്ദേഹം അത് മാത്രമേ നോക്കുന്നുള്ളൂ. പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക് പൈസ കിട്ടുന്ന വഴി എന്താണ്, അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആ പ്രസിഡൻഷ്യൽ സ്ഥാനം ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് നോക്കുന്നത്. അതിന് അദ്ദേഹത്തിനെ വിമർശിച്ചിട്ടോ കളിയാക്കിയിട്ടോ തെറി വിളിച്ചിട്ടോ ഒന്നും കാര്യമില്ല. കാരണം അമേരിക്കക്കാരുടെ രാഷ്ട്രീയ നിലപാട് അപ്രകാരമാണ്. അങ്ങനെ അവരുടെ രാഷ്ട്രീയ നിലപാട് അപ്രകാരം കൊണ്ടുപോയതുകൊണ്ടാണ് അവർ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയം എപ്പോഴും അതിൻ്റേതായിട്ടുള്ള നിലപാടിൽ സ്ഥാപക താല്പര്യങ്ങൾ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന ഒരു മണ്ഡലമാണ്. നമ്മുടെ രാജ്യത്തും അപ്രകാരം തന്നെയാണ്. ഒരേ ഒരു കാരണം കൊണ്ടാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ന് വരെ നമ്മുടെ രാജ്യത്ത് നിന്നും ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടവും ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഇന്ത്യയെ ചൈന പോലെ ആക്കാൻ അവർക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടും അവർക്ക് അവരുടെ നിലപാടുകളിൽ ഒരു കർക്കശത ഇല്ലാത്തതുകൊണ്ടും ലൗകികമായിട്ടുള്ള ദീർഘവീക്ഷണം അവർക്കില്ലാത്തതുകൊണ്ടും മറ്റു പല രാജ്യങ്ങളുമായിട്ട് അവർക്ക് ബന്ധമില്ലാത്തതുകൊണ്ടും ആയിരുന്നു ഇന്ത്യ ഇങ്ങനെ ഉണങ്ങി വാടിയും ശുഷ്കിച്ചും ഇനി മുന്നോട്ട് പോയത്. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് നിരന്തരമായിട്ടുള്ള വൈദേശിക ബന്ധം, അതിലൂടെയുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, വ്യവസായ ബന്ധങ്ങളിലൂടെ ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയൊരു നടപടി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗോൾഡൻ കാർഡ് കൊടുക്കുകയാണ്. അമേരിക്കയിൽ പൗരത്വം വേണമെന്നുണ്ടെങ്കിൽ 5 വർഷം സ്ഥിരമായി അമേരിക്കയിൽ താമസിക്കണം, എന്നാൽ മാത്രമേ അമേരിക്കയിൽ പൗരത്വം കിട്ടുകയുള്ളൂ. ഇപ്പോൾ 43 കോടി രൂപ നമ്മൾ കെട്ടിവെക്കുകയാണെങ്കിൽ നമുക്ക് അമേരിക്കൻ പൗരത്വം കിട്ടും എന്നാണ് പറയുന്നത്. അത് സാധാരണക്കാർക്ക് പറ്റില്ല, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള പണക്കാർക്ക്, ലക്ഷപ്രഭുക്കൾക്ക്, കോടീശ്വരന്മാർക്ക്, അവർക്കൊക്കെ വേണ്ടി ഉള്ള ഒരു പ്രോജക്റ്റാണ്. പ്രത്യേകിച്ചും റഷ്യയിലുള്ള വലിയ വലിയ കോടീശ്വരന്മാരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ കോടീശ്വരന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ അമേരിക്കയിൽ വന്ന് താമസിക്കുമ്പോൾ ഒരു കാർഡ് വെച്ചിട്ട് 43 കോടി രൂപ കിട്ടുമ്പോൾ 10-100 കാർഡ് ചിലവായി കഴിഞ്ഞാൽ എത്ര കോടി രൂപയാണ് കിട്ടുന്നത്? അത് അമേരിക്കൻ ഗവൺമെൻറ്റാണ് ആ പൈസ കിട്ടുന്നത്. അങ്ങനെ ഏതായാലും 100 പേരല്ല, ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ കോടീശ്വരന്മാരുണ്ട്, അറബി കോടീശ്വരന്മാരുണ്ട്, ലോകത്തിൽ ഇന്ത്യയിലുള്ള കോടീശ്വരന്മാരുണ്ട്. ഒരുപാട് പേർക്ക് പണം പൂത്ത് കിടക്കുകയാണ്. അതാർക്കും വെറുതെ കൊടുക്കാൻ കഴിയില്ല, തിന്നാനും പറ്റില്ല, അത് വെറുതെ കൊടുക്കാനും കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ പോയി താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടുകാച്ചി ആശയമാണ്.